നമസ്കാരം. മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം മലയാള സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപിയെ പോലെ തന്നെ നിരവധി ആരാധകരുള്ള ഒരു താരമാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധികയും. മികച്ചൊരു സംഗീതജ്ഞ കൂടിയാണ് രാധിക. മാത്രമല്ല, ഏറെ ആരാധകരുള്ള താരപത്നിയാണ് രാധിക സുരേഷ് ഗോപി. എന്നാൽ രാധികയെ കലാലോകത്തിന് പരിചയമുണ്ടെങ്കിലും പ്രേക്ഷകർ അറിയുന്നത് സുരേഷ് ഗോപിയുടെ ജീവിത പങ്കാളി എന്ന നിലയ്ക്കാണ്. ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കഴിഞ്ഞ വർഷം ആദ്യമായിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം. വളരെ കെങ്കേമമായി നടന്ന വിവാഹത്തിൽ ഏവരുടെയും ശ്രദ്ധ പോയത് രാധികയിലേക്കായിരുന്നു. രാധികയുടെ സൗന്ദര്യവും എളിമയോടെയുള്ള സംസാര രീതിയുമായിരുന്നു മലയാളികളെ താരപത്നിയിലേക്ക് അടുപ്പിച്ചത്. മകളുടെ വിവാഹ സമയത്തും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, വിവാഹത്തിന് ശേഷം നടന്ന ഇലക്ഷൻ പ്രചാരണത്തിലും പറ്റുന്നതിലൊക്കെ രാധിക എത്തിയിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ രാധികയുടെ കാലിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനെത്തിയപ്പോഴാണ് രാധികയുടെ കാലിലെ പ്രശ്നം ആദ്യമായി ക്യാമറ ഒപ്പിയെടുക്കുന്നത്. ഏറെക്കാലമായി ഉയരുന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. മുൻപൊരിക്കൽ മാധവ് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ലക്ഷ്മി ചേച്ചി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്കും സീരിയസ് ആയ മുറിവ് പറ്റിയിരുന്നു. അമ്മയുടെ തുടയെല്ലിന് ഗുരുതരമായി പരിക്ക് പറ്റി. ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് ലീക്കായി. അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു ഏറെക്കാലം അമ്മ. അന്നുണ്ടായ ആ വിഷമത്തിൽ അമ്മയുടെ മുട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ്. റീപ്ലേസ്മെന്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ മാത്രം ഡോക്ടർമാർ എന്താണ് പറയുന്നതെന്ന് നോക്കണം. ഇന്നും അമ്മ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെ ആയിരുന്നു ശാരീരികമായി ഏൽക്കേണ്ടി വന്ന പരിക്കുകളും എന്നാണ് ഗോകുൽ പറയുന്നത്. കൊല്ലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകൾ ലക്ഷ്മി മരണപ്പെടുന്നത്. 1990 ഫെബ്രുവരി 8-നായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത്. അന്ന് രാധികയുടെ പ്രായം 18 വയസ്സായിരുന്നു. സുരേഷ് ഗോപിയുടെ പ്രായം 31 വയസ്സും. തന്നെക്കാൾ 13 വയസ്സ് പ്രായം കുറവുള്ള രാധികയെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തീർത്തും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും. അച്ഛൻ ഗോപിനാഥ് പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് നടി ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടിയായ രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ. സംഗീതത്തെ നെഞ്ചേറ്റിയ രാധിക എന്ന 13 വയസ്സുകാരിയെ MG രാധാകൃഷ്ണൻ പറയാതെ വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന് മലയാള സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി രംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി. അതിനുശേഷം പാട്ടിന്റെ ലോകം തന്നെയാണ് രാധിക തെരഞ്ഞെടുത്തത്. എന്നാൽ എല്ലാവരും ആ രാധികയെ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൾ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയ സുരേഷ് ഗോപിയുടെ വധുവാകാൻ പോകുന്നു എന്ന വാർത്ത സംഗീത പ്രേമികളെ ഞെട്ടിച്ചു. വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് രാധിക സമ്മതം മൂളുകയായിരുന്നു. പിന്നീട് തന്നെ പുതിയ ചിത്രത്തിലെ പാട്ട് ആരാധകർ കേട്ടു തുടങ്ങിയ ദിവസത്തിന്റെ 3-ാം ദിവസം രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് പടികടന്നു വന്നു. ശേഷം തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി മതി എന്ന ഉദ്ദേശത്തോടെ രാധിക തന്റെ സംഗീതത്തെ മാറ്റിവെച്ചുവെന്നാണ് വിവരം. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനോട് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉള്ളവർ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ, കുടുംബത്തെ ആരാധിക്കുന്ന ആളുകളാണ്. അങ്ങനെ തന്നെയുള്ള ഇഷ്ടം അതിലും ഏറെ ഇഷ്ടമുണ്ട് പ്രിയതമ രാധികയോട് മലയാളികൾക്ക്. മികച്ച ഗായിക കൂടിയായ രാധിക അടുത്തിടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് മടങ്ങിവരവ് നടത്തിയത്. രാധികയുടെ സൗന്ദര്യവും എളിമയോടെയുള്ള സംസാര രീതിയും എല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. ആറന്മുള പൊന്നമ്മയുടെ ചെറുമകൾ കൂടിയായ രാധിക അച്ഛനമ്മമാർക്ക് ഏക മകളാണ്. അമ്മയ്ക്കൊപ്പം വിവിധ ചടങ്ങുകളിൽ രാധിക എത്താറുമുണ്ട്.